ഹലോ, ഹായ് ഡിയേഴ്സ്. നമ്മളിന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി ഡിസൈനായിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു കോപ്പർ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബീഡ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു കോപ്പർ കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബീഡ്സ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡിസൈൻ വന്നിട്ട് ഇതാണ് വന്നിരിക്കുന്നത്. കണ്ടോ, എൻ്റെ പിക്ചർ കണ്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ബോർഡർ ഭാഗത്തായിട്ടാണ് നമ്മൾ സാരി ഉടുക്കുന്ന ഭാഗം മുതൽ താഴേക്ക് മുന്താണി വരെയും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ്, ഈ ഒരു ഡിസൈനാണ് നമുക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ മുന്താണി വരെ ഇങ്ങനെ താഴെ വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡിസൈൻ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ സാരിയിലാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വർക്കും ഉണ്ടാവും. അപ്പോൾ 1-2 ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് ദിവസം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയലിലേക്ക് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ ആ പിക്ചറിൽ കണ്ടത് ഒരു ഡാർക്ക് ഗ്രീനാണ്. നമ്മളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ മെറ്റീരിയലാണ് കേട്ടോ. ഇപ്പോൾ കോപ്പർ കളറൊക്കെ ബ്ലാക്ക് കളറിലും ഇതുപോലെ ഡാർക്ക് കളറിലും ഒക്കെ നല്ലതാണ് കേട്ടോ. കോപ്പർ കളറിലെ ബീഡ്സുകളും ഷുഗർ ബീഡ്സുകളും ഒക്കെ. ഇപ്പം ഞാൻ അവിടെ ഒരു ബോർഡർ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാരിക്കൊരു ബോർഡർ അത്യാവശ്യമാണല്ലോ. ആ ബോർഡറിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ ഈ ഒരു പിക്ക് വരച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പം നമ്മൾക്കിങ്ങനെ നോക്കി ആ ഒരു പിക്ചറിലേക്ക് നോക്കിയിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു സ്റ്റെം അതിൽ നിന്ന് തന്നെ ഒരു സ്റ്റെമ്മിൽ നിന്ന് അടുത്ത സ്റ്റെം കൺവേർട്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ലീഫ് വരച്ചിട്ടുണ്ട്, രണ്ടിലും ലീഫ് വരച്ചു കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിനി വീണ്ടും അതേപോലെ തന്നെ കുറച്ച് സ്റ്റെംസ് കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രീ ഹാൻഡായിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നോക്കി നോക്കി വരയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ, വീണ്ടും നമ്മൾ അടുത്ത ഒരു സ്റ്റെമ്മും ലീഫും വരച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതേപോലെ തന്നെ നമ്മളൊരു സ്റ്റെമ്മും ലീഫും അങ്ങനെ ആ ഒരു ബോർഡർ ഭാഗം കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു ഡിസൈൻ അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. ബോർഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 2.5 ഇഞ്ചെങ്കിലും വീതി എടുത്തിട്ട് വേണം ഈ ഒരു പിക്ക് വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത്രയും തന്നെ വീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2.5 മീറ്ററല്ല 2.5 ഇഞ്ച് ആ ഒരു ബോർഡർ ലൈനിൽ നിന്നും താഴേക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അതിനകത്ത് നിൽക്കണം നമ്മുടെ ഈ സ്റ്റെമ്മും ലീവ്സും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് വരച്ച് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ സാരി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തങ്ങ് എടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നോക്ക്, ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഞാനിങ്ങനെ മാറ്റുവാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കുറച്ച് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്റ്റെം എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നോർമൽ നീഡിലാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ത്രെഡാണ്, നമ്മുടെ മെഷീൻ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ നീഡിൽ വന്നിട്ട് നീഡിൽ നമ്പർ 12 ആണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നീഡിൽ നമ്പർ 10 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും നീഡിൽ തമ്മിലുള്ളത്. പക്ഷേ ഇതിനകത്ത് ഈ ബീഡ് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല കൂർത്തറ്റമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. 12 എന്ന് പറയുന്നത് തീരെ ഒരു കുഞ്ഞു നീഡിലായിരിക്കും കേട്ടോ. അതിനകത്ത് ത്രെഡ് കോർക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. കുറച്ച് ക്ഷമയുടെ ഒക്കെ വേണം ആ ഒരു നീഡിലിനകത്ത് ത്രെഡ് കയറ്റാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ആ സ്റ്റെം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള സ്റ്റെംസും നമ്മൾ ഇതേപോലെ കംപ്ലീറ്റ് ആക്കണം. ഞാൻ ഇവിടെ കുറച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്, ഒരു 3, 4, 5 കട്ട് ബീഡ്സ് എടുക്കുക. എന്നിട്ട് ചരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 5 ബീഡ്സ് ഞാൻ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും അവിടുന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളൊരു 5 ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ചരിച്ചു കൊണ്ടുവന്ന് പിൻ ചെയ്യുന്നു. വീണ്ടും നമ്മൾ അതേപോലെ എടുക്കുന്നു. അങ്ങനെ നമ്മൾ ആ ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ഇത്രയും ഭാഗത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് പോകരുത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ലോക്കിട്ട് കൊടുക്കണം. ഓരോ ബീഡ്സിൻ്റെയും ഇടയിലായിട്ട്, അതായത് 2 ബീഡ്സിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പിനകത്ത് ലോക്കിട്ട് കൊടുത്തിട്ട് ചെയ്യണം. അടുത്ത ലീഫും കൂടെ ഒന്ന് ചെയ്യാം നമുക്ക്.
4-5 ബീഡ്സ്. ഇവിടെ ഇപ്പുറത്ത് എത്രയാണോ നമ്മൾ ലീഫിനെടുത്ത അളവ് അത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. കാരണം ഈ സിമ്പിളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ചെയ്യാനാണെങ്കിലും വലിയ പ്രയാസവും ഇല്ല, ജസ്റ്റ് ഒരു ബീഡ്സ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഒരാൾ തന്നെയാണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം എന്തായാലും സാരി വർക്കല്ലേ, കുറച്ച് ദിവസം എന്തായാലും എടുക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ലീവ്സും കാര്യങ്ങളും സ്റ്റെംസും എല്ലാം ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ആക്കി എടുക്കണം. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി ഡിസൈൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.